ശ്രീ ജോർജ് കുര്യൻ, ഈ ഹത്രാസ് കലാപ ഗൂഢാലോചന കേസിൽ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് UP പോലീസ് പ്രത്യേക NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം ഇതുമായി ഈ കലാപ ഗൂഢാലോചനയിൽ ഈ ഫണ്ടിംഗ് എത്തിയതുമായി ബന്ധപ്പെട്ട അടക്കം തെളിവുകൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം മലപ്പുറത്ത് നിന്ന് ഈ ഗൂഢാലോചനയിൽ ഒളിവിലായ ഡൽഹി PFIയുടെ കമാൻഡറിനെയും പിടികൂടിയിട്ടുണ്ട് എന്ന വിവരവും ഈ കുറ്റപത്രത്തിൽ UP പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അല്ല, PFI ഇന്ത്യയിൽ മുഴുവൻ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു സംഘടനയാണ്. കേരളത്തിൽ നിന്നുള്ള അതിന് കിട്ടുന്ന സഹായം എല്ലാവർക്കും അറിയാവുന്നതാണ്. പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരെയെല്ലാം വിശദീകരിക്കാൻ വേണ്ടി ഇവിടുത്തെ ചില രാഷ്ട്രീയ കക്ഷികളും അതുപോലെ മാധ്യമങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ട് അതൊരു ഭീകര സംഘടനയാണ്, രാഷ്ട്രവിരുദ്ധ സംഘടനയാണ് എന്നുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് മതത്തിന്റെ പേരാണ് പറയുന്നതെങ്കിലും അവര് മതമല്ല, അവരുടെ ലക്ഷ്യം ഭീകരവാദമാണ്. ഇന്ത്യയെ തകർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ശക്തികളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് BJPയുടെ നയം. അപ്പൊ സർക്കാരും അതുപോലെ അന്വേഷണ ഏജൻസിയും നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും BJPയുടെ പിന്തുണയുണ്ടായിരിക്കും. ഈ അവസരത്തിൽ ഹത്രാസിന്റെ പേരിൽ ഈ കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച രാഷ്ട്രീയ നേതാക്കന്മാരും മാധ്യമ പ്രവർത്തകരും ഇതിന് മറുപടി പറയണം എന്നാണ് BJPക്ക് ആവശ്യപ്പെടാനുള്ളത്.